ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നമ്മുടെ കേരളത്തിൽ നിരവധി തവണയായിട്ട് ഓരോ സർവേകളും വരാറുണ്ട്. ആ സർവേകളിൽ എത്രത്തോളം വോട്ടുകൾ ഭരണകക്ഷി പിടിക്കും അല്ലെങ്കിൽ പ്രതിപക്ഷം പിടിക്കും, അങ്ങനെ ഉള്ള ഒരുപാട് സർവേകൾ പുറത്തു വിടാറുണ്ട്. ആ സർവേകൾ അനുസരിച്ച് ചില സമയങ്ങളിൽ നടക്കാറുണ്ട്, ചില സമയങ്ങളിൽ അത് നടക്കാതെ പോകാറുണ്ട്. ഏകദേശമൊക്കെ ഒരു കണക്കിലെങ്കിലും എത്തിപ്പെടാറുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിലെ എല്ലാ സർവേകളും പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ BJP എന്ന് പറയുന്ന വർഗീയ ശക്തിക്ക് ഒരു സീറ്റ് പോലും ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരുടെ ആശയം എന്താണ്, BJP എന്താണ് നമ്മളിലേക്ക് തരുന്ന ആശയം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം കേരളം തന്നെയാണ്. ഇതുവരെയും BJP ഭരിക്കാത്ത കേരളം തന്നെയാണ് ഇപ്പോഴും മുൻപന്തിയിലുള്ളത്. അപ്പം സർവേകളിൽ മൊത്തവും BJP പിന്നിലാണ്. പക്ഷേ ചിലയിടങ്ങളിൽ ചില സർവേകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപൂർവം ഇന്ന സർവേകളിൽ പറയാറുള്ളത് ഇവരുടെ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ പലയിടങ്ങളിലും രണ്ടാം സ്ഥാനമെങ്കിലും എത്തും എന്നുള്ളതാണ് ചില സർവേകൾ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സർവേകളിൽ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ് ഒന്ന് തൃശ്ശൂര്. അപ്പം ഈ തൃശ്ശൂരിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തൃശ്ശൂർ രണ്ടാം സ്ഥാനത്തെത്തും. മൂന്നാം സ്ഥാനത്തേക്ക് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽകുമാർ പോകുമെന്നുള്ളതാണ് ഒരു ഇടയ്ക്കൊക്കെ വരുന്ന സർവേകളിൽ പറയുന്നത്. എന്തായാലും വിജയിക്കുമെന്ന് ഒരു സർവേകളും പറഞ്ഞിട്ടില്ല. അപ്പം ഈ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തുന്നത് തന്നെ എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടുള്ളത്. അപ്പം ഇവിടെ നമ്മുടെ കേരളത്തിലെ BJPക്ക് ഒരു അക്കൗണ്ട്, അത് നിയമസഭയിലാകട്ടെ ലോക്സഭയിലാകട്ടെ ഓപ്പൺ ആക്കണമെങ്കിൽ അത് ഇവരുടെ സംഘി ഹിന്ദു കൂട്ടം വിചാരിച്ചാൽ പോലും നടക്കില്ല. അപ്പം അതിന് കൂട്ടായിട്ട് ഇപ്പം ഒരു ന്യൂനപക്ഷ സമുദായം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ലോക്സഭ തെരഞ്ഞെടുപ്പൊക്കെ വിജയിക്കാൻ സാധിക്കൂ. അപ്പം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അതിന് നോട്ടമിട്ടിരുന്നത് അവർ ക്രൈസ്തവ സമൂഹത്തിനെയാണ്. ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട എല്ലാവരെയും നമ്മൾ ഇതിനെ അടച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ക്രൈസ്തവരിൽപ്പെട്ട ചിലരെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സ്റ്റോറി അക്സെപ്റ്റ് ചെയ്യുന്ന ചില സഭകൾ, ഈ കത്തോലിക്ക സഭയൊക്കെ പോലുള്ള സഭകളാണല്ലോ ഇവരുടെയൊക്കെ തരംതിരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം ചില സഭകൾ, ഈ കേരള സ്റ്റോറിയെ പ്രദർശിപ്പിക്കുന്ന സഭ, അതുപോലെ തന്നെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് നരേന്ദ്രമോദിയുടെ കേന്ദ്രം ഭരിക്കുന്ന സുപ്രീം കോടതി പോലും പറഞ്ഞിട്ട് പോലും അതുപോലും അംഗീകരിക്കാത്ത, അവരുടെ ഏജൻസികളും എല്ലാവരും പറഞ്ഞിട്ടും അംഗീകരിക്കാത്ത ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുന്ന സഭകളും, അതുപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദ് പുതിയതായിട്ട് പൊട്ടിപ്പറവടിപ്പിച്ച് കൊണ്ടുവരുന്ന അങ്ങനെയൊക്കെ വിഷയങ്ങൾ കൊണ്ടുവരുന്ന ചില സഭകളും, അവർക്കൊക്കെ BJP എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഭരണത്തിൽ വരണം, അല്ലെങ്കിൽ ഒരു സീറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കണം എന്നുള്ള ധാരണയിലാണ് ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ട് 600 രൂപ റബ്ബറിന് വില കൂട്ടിയാൽ ചെയ്തു തരാമെന്നൊക്കെ നിരവധി എഗ്രിമെന്റ് ഒക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം സുരേഷ് ഗോപി അഥവാ രണ്ടാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ക്രൈസ്തവ സമൂഹത്തിൽ പെട്ടിട്ടുള്ള ഈ റയറായി കിടക്കുന്ന, അവിടെ ഇവിടെയൊക്കെ എത്തിപ്പെടാതെ കിടക്കുന്ന ക്രിസംഗി എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരാണ് ഇതിന് കാരണമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. സുരേഷ് ഗോപി ഇന്ന് വോട്ട് ചെയ്യാനായിട്ട് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപി പല ക്രൈസ്തവ പുരോഹിതന്മാരുടെ മുമ്പിലും പോയി നിന്നിരുന്നു. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരു പിതാവിന്റെ ചർച്ചിലേക്ക് പോയി, ഒരു പിതാവിന് വേണ്ടിയിട്ട് ഒരു കിരീടം കൊടുത്തിരിക്കുന്നത്, ഒരു ചർച്ചിൽ പോയി കിരീടം കൊടുത്ത ഒരു സംഭവമൊക്കെ വളരെ പ്രസക്തമായിട്ട് നമ്മുടെ മുന്നിലുള്ളതാണ്. അപ്പം സുരേഷ് ഗോപി കഴിവതും കള്ളക്കളികളും തെമ്മാടിത്തരമൊക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് പുള്ളി ഉരുണ്ടുമറിഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയാണ് സംഭവങ്ങൾ. അഥവാ രണ്ടാം സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ പല സഭകളുടെയൊക്കെ പേരുകൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാണും. ചില അച്ഛന്മാരുടെ കീഴിൽ ഒരു കൂട്ടം ആളുകൾ, അങ്ങനെയൊക്കെയാണ്. നമ്മളെ PC ജോർജ് പത്തനംതിട്ട പറഞ്ഞ കണക്ക് എന്തെങ്കിലും ഒരു കേസുകൾ ഉണ്ടെങ്കിൽ അത് നമ്മളോട് പറയണ്ടേ, ED അങ്ങനെ വിരട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മളോട് പറയണ്ടേ, നമ്മളത് ഒറ്റയടിക്ക് തന്നെ ക്ലിയർ ചെയ്ത് തരത്തില്ല എന്നൊക്കെ PC ജോർജ് തുറന്ന പ്രസ്താവനയൊക്കെ പറയുന്നത് കേട്ടതാണ്. അപ്പം എന്തൊക്കെ എഗ്രിമെന്റ് അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ രഹസ്യമായി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നതാണ്. റിസൾട്ട് വരുന്നത് വരെയും നമുക്കൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് തന്നെയാണ്. അപ്പം ഈ സർവേകളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് സുരേഷ് ഗോപി ഒന്നാം സ്ഥാനത്ത് വരികയാണെങ്കിൽ, വിജയിക്കുകയാണെങ്കിലും, കാരണം
ഇതിൽ 100% ഉറപ്പിച്ചോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭക്ഷ്യകിറ്റിന്റെയും അതുപോലെ തന്നെ രഹസ്യമായിട്ട് തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ ടീം പല വീടുകളിലും 500 രൂപ കൊടുത്ത കേസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നെറികെട്ട കളികൾ സുരേഷ് ഗോപി ഇതിനോടകം തന്നെ കളിച്ചു കഴിഞ്ഞു. എന്തെന്നിരുന്നാലും നമുക്ക് കണ്ടറിയാം. ജൂൺ 4 വരെ എന്തായാലും കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു. അടുത്ത വീഡിയോയിൽ ഇനി കാണാം.